നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സൂര്യ പരിചരിക്കുന്നത് കൽപ്പനയുടെ അവകാശമാണ്. അതിൽ കുട്ടി തലയിടണ്ട. അല്ല, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. തെറ്റായ രീതിയിൽ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞില്ല. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങള് ചെയ്യാതിരിക്കാമല്ലോ. മനസ്സുറപ്പിച്ച് കർമ്മം ചെയ്താല് അതിന് ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഉണ്ടാവും. മുമ്പൊക്കെ എന്റെ കാല് ചത്തു മരവിച്ച പോലെയായിരുന്നു. ഇപ്പൊ എനിക്ക് കാലിലെ രക്തോട്ടം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്റെ കാല് ഉള്ളിൽ അനങ്ങുന്ന പോലെ ഉണ്ട്. ചിലപ്പോ വൈകാതെ ഞാനൊരു ചൂട് വെച്ചേക്കാം. ഒക്കെ നടക്കും. അല്ലാതെ എവിടെ പോവാനാ? ഏട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ദൈവം കൂടുതൽ കാലം പരീക്ഷിക്കില്ല. അയ്യോ, അയ്യോ, ഏട്ടാ, എന്തെങ്കിലും പറ്റിയോ? ഏട്ടത്തി കണ്ടില്ലേ, കാര്യം എന്റെ ചേച്ചിയോ. പക്ഷെ വേറൊരാളുടെ ഭർത്താവിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നെന്തിന്? ഏട്ടത്തിക്ക് ചോദിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട്. സൂര്യയുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യുന്നേ? നീ ആരാടി? ആകാശത്തുനിന്ന് പൊട്ടി വീണ മാലാഖയോ? എല്ലാവരെയും അങ്ങ് സുഖപ്പെടുത്താൻ. ചെറിയമേൽ അരുത്, അങ്ങനൊന്നും പറയരുത്. എന്താ കേട്ടപ്പോ പൊള്ളിയോ? ഓ, അനങ്ങാണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു കുറവില്ലെന്ന് എനിക്കറിയാം. തൊടാനും തലോടാനും ഒരുത്തി കൂടെ ഉണ്ടാവുമ്പോ അതിന് പ്രത്യേക സുഖമായിരിക്കും. കൽപ്പന, എന്റെ കൺമുന്നി കണ്ടാലേ ഞാനത് പറയും. ആളുകളുടെ മുന്നിൽ അനുജത്തി ഒറ്റയ്ക്കൊറ്റയ്ക്കാവുമ്പോ എന്താ മനസ്സിലിരിപ്പെന്ന് ആർക്കറിയാം? നിർത്താനല്ലേ പറഞ്ഞത്? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അത് പിന്നെ ചേച്ചി ഏട്ടനോട് സംസാരിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. സംസാരിച്ചല്ല, തൊട്ടും തലോടിയോ നിന്നേ. അത് കണ്ടേ എനിക്കല്പം ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ടാ ഞാൻ സംസാരിച്ചത്. എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
കൽപ്പന ചോദിക്കുന്ന കാര്യമല്ലേ? ഇതിനെന്താ, ആർക്കൊന്നും പറയാനില്ലേ? എന്താ കുട്ടി ഇത്? സൂര്യയുടെ ചികിത്സയുടെ കാര്യങ്ങൾ നീ നോക്കുന്നുണ്ട്, അതിൽ സന്തോഷം. സൂര്യയെ പരിചരിക്കുന്നത് കൽപ്പനയുടെ അവകാശമാണ്, അതിൽ കുട്ടി തലയിടണ്ട. അല്ല, ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടല്ല. തെറ്റായ രീതിയിൽ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞില്ല. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാമല്ലോ. അച്ഛാ, എനിക്കിവളെന്റെ കുഞ്ഞു പെങ്ങളുടെ സ്ഥാനത്ത്. അതിനെ അവമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ ആരും സംസാരിക്കരുത്. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെയല്ല, എല്ലാവരുടെയും ചിന്തകളും. എല്ലാവരും ശ്രദ്ധിച്ച് പെരുമാറിയാൽ നല്ലത്. ദാ കഴിഞ്ഞു. അച്ഛൻ എന്ത് ഭംഗിയായിട്ടാ കാര്യങ്ങൾ അവസാനിപ്പിച്ചത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ദേ ഈ നിമിഷം ഇവൾ ഇവിടുന്ന് പിടിച്ചിറക്കി വിട്ടേനെ. അതെങ്ങനെയാ? എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കല്ലേ നന്മയുടെ പ്രതീകമായിട്ട്. എല്ലാവരുടെ കണ്ണിൽ പൊടിയിട്ട് അവൾക്ക് വേണ്ടതൊക്കെ അവള് നേടിയെടുക്കുന്നുണ്ടല്ലോ. കൽപ്പന, മതി. സൂര്യയുടെ ചികിത്സയുടെ കാര്യം പറഞ്ഞപ്പോ അത് ആത്മാർത്ഥതയോടെയാണെന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇപ്പൊ നിന്റെ സംസാരം കേട്ടപ്പോ അത് ശരിയല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ആദ്യം മനുഷ്യരെ തിരിച്ചറിയാൻ പഠിക്കണം, എന്നിട്ട് വേണം പ്രതികരിക്കാൻ. നിനക്ക് നിന്റെ ചേച്ചിയെ അറിയില്ലേ? നന്നായിട്ട് അറിയില്ലേ? എന്നിട്ടെന്താ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോ ഇവരുടെ കൂടെ നിൽക്കാൻ നിനക്ക് തോന്നിയത്? മുത്തശ്ശി, അത് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.